ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഹസ്ബൻഡ് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് ബസ്സിൽ പോകുന്നത്, കിയാരനെയും കൊണ്ട് മാത്രമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ബസ്സിൽ. അപ്പോൾ പപ്പയാണ് നമ്മളിന്ന് കൊണ്ടുവിടാൻ പോകുന്നത്. ഇവിടെ ഒരാൾക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ബസ്സിൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. മതി എല്ലാം മറിച്ചിട്ടതാ ഇട്ടിട്ട് നല്ല രസമില്ല അവളെ കാണാൻ വേണ്ടിയിട്ട്. കിയാര ചിരിക്ക്. അമ്മമ്മക്ക് ടാറ്റാക്ക്, അമ്മമ്മക്ക് ടാറ്റാക്ക്, അമ്മമ്മക്ക് ടാറ്റാക്ക്. അപ്പം നമ്മൾ ആ ഇടവഴിയിലൂടെ പോകുന്നുള്ളതാണ്. അപ്പം നായിക്കാപ്പിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പം ഇവളാണെങ്കിൽ അമ്മേനെ വിട്ട് വരുമ്പോൾ ഉള്ള കരച്ചിലായിരുന്നു അത്. ബൗബൗവിനെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ബദിയടുക്ക വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മുള്ളേരി ബസ്സിലാണ് കയറിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമൊക്കെ കഴിഞ്ഞെങ്കിലും ഇതാദ്യമായിട്ടാണ് ഹസ്ബൻഡ് നാട്ടിലോട്ട് ബസ്സിൽ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അടൂർ പോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ പോവും. പക്ഷേ ഇവിടേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. വരുന്നെങ്കിൽ തന്നെ, വീട്ടിൽ നിന്ന് വരുന്നെങ്കിൽ തന്നെ ഞാൻ നേരെ അടൂർ പോയിട്ടാണ് ഹസ്ബൻഡ് ഒന്നിച്ച് രാത്രിയാണ് വീട്ടിലേക്ക് വരാറ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവർക്ക് ബാഗിൽ നിന്ന് ഈ ഒരു ഡ്രോപ്സ് ഉണ്ടായിരുന്നു, ജലദോഷത്തിൻ്റെ ആണ്, ഇവളുടെ തന്നെയാണത്. അപ്പോൾ അതിൻ്റെ കവർ എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൽ കളിക്കുന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്തോളിങ്ങനെ എന്തെങ്കിലും ചൊറയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി, കുറച്ച് സമയം അതിൽ കളിച്ചുകൊണ്ടുണ്ടാവും. ഇവക്കുണ്ടല്ലോ നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം നമ്മൾ കുളിപ്പിച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവൾ ഉറങ്ങിയിട്ടില്ല. ആ സമയമാകുമ്പോൾ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്, ഇവൾ ഉറങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് ആൾക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ നമ്മളിതാ ബദിയടുക്ക എത്താറായി. അപ്പോൾ ബദിയടുക്ക ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ബസ്സിൽ പോകണം. അപ്പോൾ ബസ്സിൻ്റെ ടൈമിങ്സ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ അങ്ങോട്ടേക്കുള്ള ബസ്സിന് ഓരോ ടൈമിങ്സ് ഉണ്ട്. അപ്പം ബസ് ഇറങ്ങിയിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഇവിടെ ഗണേശ് ചതുർത്ഥിക്കുള്ള ഡെക്കറേഷൻസൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും സമയം കിട്ടുന്നില്ല. ബദിയടുക്കയിൽ ബസ് ഇറങ്ങിയ ശേഷം തന്നെ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അത് മല്ല അമ്പലത്തേക്ക് പോകുന്നുണ്ടായതായിരുന്നു. നമ്മൾ അതിൽ കയറിയതാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ആൾക്കാരേ ഇല്ല, വെറുതെ നഷ്ടമാണെന്ന് തോന്നി ഇവർക്ക് ഇങ്ങനെ ഓടുന്നത്, ആളില്ലാത്തത് കൊണ്ട്. പിന്നെ നമ്മളിത് ഇവിടെയാണ് ഇറങ്ങിയത്. കാരണം നമുക്ക് അമ്മേൻ്റെ അംഗനവാടിയിൽ പോകാനുണ്ട്. അംഗനവാടിയിൽ ഓണപ്പരിപാടിയാണ് ഇന്ന്. അപ്പം നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആളുടെ ഒന്നിച്ച് തന്നെ നമ്മൾ അംഗനവാടിയിൽ പോകാമെന്ന് വിചാരിച്ചു. ആൾ മെഡിക്കലിൽ അടൂർ പോകുമ്പോൾ തന്നെ. അപ്പോൾ അതാ വരുന്നുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ആൾ ആദ്യം പറഞ്ഞത് പോയി എന്നാണ്, അടൂരോട്ട് പോയിന്ന്. പിന്നെ ഞാൻ പിന്നെയും ചോദിച്ചതുകൊണ്ട് ഫുഡ് കഴിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ആളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടായതായിരുന്നു. ഇവളറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കിലാണ് ആള്. അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ആള് നമ്മളിവിടെ വിട്ടിട്ട് പോവാനാണ്. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ അംഗനവാടി. അപ്പോൾ ഇവിടെ ഇന്ന് ഓണപ്പരിപാടിയാണ്. പിള്ളേരുടെ സൗണ്ടിൽ കിയാര എഴുന്നേറ്റ് കരയുന്നുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇവിടെ അകത്താണ് ഉള്ളത്. അപ്പോൾ ഓണസദ്യ വിളമ്പാനുള്ള പരിപാടികളിലാണ് എല്ലാവരും ഉണ്ട്. എല്ലാ പാരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യക്ക് കടലക്കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, രസം, സാമ്പാർ, പുളിശ്ശേരി, പിന്നെ കാബേജ് വറവ്, പയറ് വറവ്, പിന്നെ ചീര വറവ്, പപ്പടം, പായസം, അച്ചാർ, പുളി ഇഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ പഴവും.
ഇവളുടെ പൊട്ട് കണ്ടിട്ട് ആ കുട്ടി ചോദിച്ചതായിരുന്നു ഇതെന്താണെന്ന്. അപ്പം അവൾക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നത് ആ കുട്ടിക്ക് അറിയില്ല. പിള്ളേരെ എല്ലാം ഫുഡ് കഴിക്കാൻ ഇരുത്തിയതാണ്. അപ്പോൾ അമ്മമാരുണ്ടാവുമ്പോൾ അവരുടെ ഒരു വാശി വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഒരാളുടെ തലയിൽ ക്ലിപ്പുണ്ട്, മറ്റൊരാളുടെ തലയിൽ ഇല്ല. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട്. പിള്ളേർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്നുള്ളതാണ്. അപ്പോൾ കിയാരയും കളിക്കുന്നു വിചാരിച്ചു ഞാൻ. പക്ഷെ ആളുടെ മൂഡ് വലിയ ശരി ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ ഓണസദ്യ അല്ലാത്ത പോലെ ഉണ്ടല്ലോ. ഞാൻ കറിയൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവള് കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ കരച്ചിലായിരുന്നു. അതുകൊണ്ട് നമ്മളിതാ വീട്ടിലേക്ക് വന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.